കവിത ഗോൾഡൻ ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. രാഹുൽ ഈശ്വർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ? മനോരമയിൽ വന്ന കൗതുകമുള്ള ഒരു വാർത്തയാണ്. നമ്മുടെ കമന്റില് ലാൽ ജോൺ ചോദിക്കുന്നുണ്ട്, രാഹുൽ ഈശ്വർ മത്സരിച്ചാൽ നല്ലത്, സഭയിൽ തിളങ്ങും, എങ്ങനെയാണ് കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിക്കും? ലാൽ ജോണിനോടും നന്ദി, ഈ രണ്ട് അവതാരികമാരോടും, ഈ ന്യൂസ് കവർ ചെയ്ത ശ്രീ ദീപു രേവതി എന്ന മുതിർന്ന മാധ്യമപ്രവർത്തകരോടും മനോരമയോടും നന്ദി. ഞാൻ എന്റെ നിലപാട് എന്താണെന്ന് പറയാം, തന്നെ പറയുന്നുണ്ട്. എങ്ങനെയാണ് രഞ്ജനി? ആ വാർത്തയിലേക്കാണ് വരിക. നമ്മൾ പോകുന്നത് രാഹുൽ ഈശ്വർ മത്സരിക്കുമെന്ന സൂചനയാണ് ലഭിക്കുന്നത്. അത് കോൺഗ്രസ് ടിക്കറ്റിലാണോ എന്നൊന്നും അറിയത്തില്ല. എന്നാൽ ആ രീതിയിൽ ഒരു സൂചന കൂടി രാഹുൽ പങ്കുവെക്കുന്നുണ്ട്. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാവാൻ തയ്യാറെടുക്കുകയാണ് രാഹുൽ ഈശ്വർ. മധ്യ തിരുവിതാംകൂറിലെ മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ താല്പര്യമുണ്ട് എന്നൊരു രാഷ്ട്രീയ പാർട്ടി ചോദിച്ചുവെന്ന് രാഹുൽ ഈശ്വർ മനോരമ കോൺഗ്രസിനെ വേണ്ടി മത്സരിക്കാനുള്ള താല്പര്യമാണ് രാഹുൽ ഈശ്വർ പരോക്ഷമായി സൂചിപ്പിക്കുന്നത്. അപ്പം ഞാൻ വളരെ പ്രത്യക്ഷമായി തന്നെ സൂചിപ്പിച്ചത് വേറൊന്നുമല്ല, കോൺഗ്രസ് 2026 ജയിക്കണം. അത് വേറൊന്നും കൊണ്ടല്ല, CPM ഒരിക്കൽ കൂടി ഇവിടെ ഭരിച്ചാൽ CPM-നെ നശിപ്പിക്കും, കേരളത്തെ നശിപ്പിക്കും. ഒരു വെസ്റ്റ് ബംഗാളിന്റെ അവസ്ഥയുണ്ടാവും. വേറൊന്നും കൊണ്ടല്ല, ഭരണം മാറി വരണം. ഏതെങ്കിലും ഒരു പാർട്ടി, ഇനിയും കോൺഗ്രസോ BJP-യോ CPM-ഓ കാലാകാലങ്ങളിൽ ഏതെങ്കിലും രാജ്യമോ നാടോ നമ്മുടെ സംസ്ഥാനമോ ഭരിക്കുന്നത് നല്ലതല്ല. പക്ഷെ അത് വേറൊന്നും കൊണ്ടല്ല. ഇപ്പം ഡൽഹിയിൽ 3 തവണ ഷീലാ ദീക്ഷിത്തിന്റെ കോൺഗ്രസ് മിനിസ്ട്രി വന്നു. ഇന്ന് കോൺഗ്രസ് അവിടെ പൂജ്യമാണ്. അതായത് ഡൽഹിയിൽ 3 തവണയാണ് ഭരിച്ചത്. അത് വേറൊന്നും കൊണ്ടല്ല, ഈ രാഷ്ട്രീയ പാർട്ടികൾ ഇരുമ്പിന് തുരുമ്പ് പിടിക്കുന്നത് പോലെ അവരുടേതായ പ്രശ്നങ്ങളിൽ പെടും. അതുകൊണ്ടാണ് വെസ്റ്റ് ബംഗാളിൽ CPM-ന് വലിയ തകർച്ചയും തളർച്ചയും ഒക്കെ ഉണ്ടായത്. ഏത് പാർട്ടി ആണെങ്കിലും, അത് കോൺഗ്രസ് ആകാം, BJP ആകാം, CPM ആകാം, നിരന്തരമായി എവിടെ അധികാരത്തിലിരിക്കരുത്. ആ ചേഞ്ച്, ഒരു മാറ്റം പോസിറ്റീവ്ലി വേണം. അതുകൊണ്ട് അടുത്ത തവണ നിർബന്ധമായിട്ടും കോൺഗ്രസ് വരണം. നല്ല കമ്മ്യൂണിസ്റ്റുകാർ കോൺഗ്രസിന് വോട്ട് ചെയ്യണമെന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നല്ല BJP-ക്കാർ കോൺഗ്രസിന് വോട്ട് ചെയ്യണമെന്ന് പറയുന്ന വ്യക്തിയാണ്. കേരള കോൺഗ്രസ്, നമ്മുടെ മാണി വിഭാഗം അല്ലെങ്കിൽ ജോസ് കെ മാണി സാറിന്റെ വിഭാഗം അടക്കം തിരിച്ചു കോൺഗ്രസിലേക്ക് വരികയും കേരളത്തിൽ ഒരു ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ അല്ലെങ്കിൽ മതസൗഹാർദ്ദമെന്നോ മതേതര ഐക്യമെന്നോ വികസന മുന്നണിയെന്നോ എന്ത് പേരിട്ടാലും അവർ വരേണ്ടത് കേരളത്തിന് അത്യാവശ്യമാണ്. അതിന് നല്ല ഇടതുപക്ഷക്കാരും നല്ല വലതുപക്ഷക്കാരും കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് വിശ്വസിക്കുന്ന ഒരു സാധാരണ വ്യക്തിയാണ് ഞാൻ. ഒരു രാഷ്ട്രീയ പാർട്ടിയിലും മെമ്പർഷിപ്പ് ഇതുവരെ എടുത്തിട്ടില്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയിലും എടുത്തിട്ടില്ല. തിരുവനന്തപുരത്ത് വോട്ട് ചെയ്യുന്ന ശശി തരൂർ സാറിന് വേണ്ടിയാണ്. ശശി തരൂരിനോട് വ്യക്തിപരമായ ഇഷ്ടവും അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു സ്റ്റേച്ചറും കോൺഗ്രസിനോട് വിശാലാർത്ഥത്തിൽ ഉള്ള ഇതുമാണ്. എന്നാൽ ഒരു ഹിന്ദു വലതുപക്ഷ, ഹിന്ദു റൈറ്റ് ലീനിങ് ഒരു വ്യക്തിയാണ്, മതസൗഹാർദ്ദവാദിയാണ്. അതായത് നമ്മുടെ നാട്ടിലെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മുടെ BJP-യിലെ ഒരു വിഭാഗത്തിന്, എല്ലാവർക്കും ഉണ്ടെന്ന് പറയില്ല, അല്ലെങ്കിൽ BJP-യിലെ ഈ കേഡർ സംവിധാനത്തിലെ വലിയൊരു വിഭാഗത്തിന് മുസ്ലിം വിരോധമുണ്ട്. അതുകൊണ്ടെന്ന് BJP-ക്കാർക്ക് നമുക്കും അറിയാം, മറച്ചു വെച്ചൊരു കാര്യമൊന്നുമില്ലല്ലോ. ഇത് ശ്രീ കുമ്മനം ചേട്ടൻ ഉണ്ടെന്നോ അല്ലെങ്കിൽ ശ്രീ രാജീവ് ചന്ദ്രശേഖരനോ ശ്രീ സുരേഷ് ഗോപിക്കോ ഉണ്ടെന്ന് ആരും പറയില്ല. എന്നാൽ ആ വിഭാഗത്തിനിടയിൽ, പ്രത്യേകിച്ച് ഹിന്ദു കുറച്ച് കടുത്ത വലതുപക്ഷ വിഭാഗത്തിനിടയിൽ, സംഘപരിവാർ വിഭാഗങ്ങൾ ചിലർക്കിടയിൽ ഈ തീവ്ര മുസ്ലിം വിരോധമുണ്ട്, തീവ്ര ക്രിസ്ത്യൻ വിരോധമുണ്ട്. അങ്ങനെയാണ് ഈ ക്രിസ്മസ് അറ്റാക്ക് ഒക്കെ നടക്കുന്നത്, മുസ്ലിം സമുദായത്തിന് നേരെയുള്ള എതിർ നടപടികൾ നടക്കുന്നത്. CPM-ന്റെ ഒരു വിഭാഗത്തിന് ഈ ബ്രാഹ്മണ വിരോധമുണ്ട്. ബ്രാഹ്മണ വിരോധം അല്ലെങ്കിൽ പൊതുവെ സവർണ ഹിന്ദു എന്നൊക്കെ വിളിക്കുന്ന സ്പേസസിനോട് ഒരു വിരോധമുണ്ട്. കോൺഗ്രസ് ആകുമ്പോൾ എല്ലാവരെയും ചേർത്ത് നിർത്തും. പണ്ടത്തെ ഇതാണ് മഹാത്മാഗാന്ധി ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, രാഷ്ട്രീയം വിരോധം തീർക്കാനുള്ളതും വിദ്വേഷം തീർക്കാനുള്ളതും ഒരു സ്പേസായി നമ്മൾ കാണരുത്. പകരം കുറച്ചുകൂടെ ഓണസ്റ്റായി, സത്യസന്ധമായി രാഷ്ട്ര നിർമ്മാണത്തിന്റെ സ്പേസായി കാണണം. ഇത്ര മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കോൺഗ്രസ് തിരിച്ചു വരണമെന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിയിൽ അംഗത്വം എടുത്തോണ്ടൊന്നുമല്ല. അതാണ് നമ്മുടെ നാടിന് നല്ലത്, കേരളത്തിന് നല്ലത്. അതായത് CPM ഒരിക്കൽ, എനിക്ക് തോന്നുന്നു നല്ല CPM-കാർ പോലും പറയില്ല ഒരു തവണ കൂടെ CPM വരണം എന്ന്. CPM മാറണം, ഒരു ചേഞ്ച് ഉണ്ടാകണം. ഇതേപോലെ കോൺഗ്രസ് ഇനിയും 2026 മുതൽ 2056 വരെ കോൺഗ്രസ് ഭരിച്ചാൽ മതിയൊന്നും എനിക്ക് തോന്നുന്നില്ല. നല്ല ഏതെങ്കിലും കോൺഗ്രസ്സുകാരൻ പറയുന്നത്, ഏതെങ്കിലും ഒരു പാർട്ടി ഇനി BJP-ക്കാർ 12 കാലം ഈ നാട്ടിൽ ഭരിച്ചോണമെന്നല്ല. പകരം ചേഞ്ചുകൾ ഉണ്ടാകണം. എന്നാൽ അങ്ങനെയാണ് പാർട്ടി മെഷീനറി ഇഫക്റ്റീവ് ആകുന്നത്, ഒപ്പോസിഷൻ ഇഫക്റ്റീവ് ആകുന്നത്, എതിർ സ്വരങ്ങളെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം. ഇല്ലെങ്കിൽ അത് ഏകാധിപത്യമാകും. അതുകൊണ്ട് കോൺഗ്രസ് തിരിച്ചു വരണം, UDF 100 സീറ്റ് നേടി തിരിച്ചു വരണം, ഒരു ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഐക്യം എന്നുള്ളൊരു സ്പേസ് ഉണ്ടാകണം. ഇതാണ് സാധാരണ മലയാളി എന്ന രീതിയിൽ എനിക്ക് ആഗ്രഹം. ഞാൻ മത്സരിക്കുന്നതല്ല, ഞാൻ കൂടുതൽ കോൺഗ്രസ് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സാധാരണ മലയാളിയാണ്. ഇതാണ് അതിന്റെ വാസ്തവം. ഇതാണ് പറഞ്ഞത്. ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക, വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ കൊടുത്തു എന്ന് മാത്രമേ, അല്ലെങ്കിൽ ചില ആൾക്കാർ കൊടുത്തു എന്നേ ഉള്ളൂ. ബ്രൈഡൽ ക്രാഫ്റ്റ്, ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ.